അതായത് 4 പ്രധാന ആരോപണങ്ങളാണ് ഉന്നയിച്ചുകൊണ്ടാണ്, അതായത് ഈ സർക്കാർ വന്നതിന് ശേഷം സംഭവിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതാണല്ലോ എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. ഈ 4 പ്രധാനപ്പെട്ട ആരോപണങ്ങൾ, 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ വന്നു, അതിനെ 4ആയി അദ്ദേഹം അവതരിപ്പിച്ചു. 4 പോയിന്റ് തെറ്റാണ്. എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുക? ഏറ്റവും ശക്തമായി ഇപ്പം ഇതിന്റെ സമരങ്ങളെ നയിക്കുന്ന ഒരാൾ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന് വേണ്ടി അദ്ദേഹം ഈ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് സമരമുഖത്തുണ്ട്. അദ്ദേഹം ഇന്ന് മുമ്പോട്ട് വെച്ചാൽ ഇത് എന്താണെന്നറിയോ, ഇത് പെട്ടെന്ന് ഈ സമരം ഇവരുടെ ആവശ്യം പോലും പെട്ടെന്ന് തളരാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളടക്കം ഇങ്ങനെ നിന്ന് വിമർശിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. നിപ്പ വന്നവരെല്ലാം മരിച്ചുപോയി കേരളത്തിൽ. സത്യമാണോ? അത് തെറ്റാണ്. അതുപോലെ കോവിഡ് മരണങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന 2ാമത്തെ സംസ്ഥാനം കേരളമാണ്. സത്യമാണോ? അല്ല, തെറ്റാണ്. ഇപ്പോൾ മരണങ്ങളെല്ലാം മറച്ചുവെച്ച സംസ്ഥാനം കേരളമാണ്. അല്ല, ഏറ്റവും പിന്നിലാണ് ആ കാര്യത്തിൽ സംസ്ഥാനം എന്നുള്ളത്. കഴിഞ്ഞ മാസം അതിന്റെ വാർത്ത പുറത്തു വന്നേ ഉള്ളൂ. ഒന്നുകിൽ ഈ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കണം, അതല്ലെങ്കിൽ എങ്ങനെയാണ് ഈ കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിക്കേണ്ടതെന്നുള്ളത്, ആ കാര്യത്തിൽ ഒരു വ്യക്തത വേണം. മറ്റൊന്ന്, ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികളുള്ളത് കേരളത്തിലാണോ? അല്ല. ഈ സർക്കാരിന്റെ കാലത്ത് ഈ ഗവൺമെന്റുകൾക്ക് കൈകാര്യം ചെയ്യേണ്ടി വന്ന 2 ആരോഗ്യ അടിയന്തരാവസ്ഥ എന്തൊക്കെയാ? ഒന്ന് നിപ്പയും, പിന്നൊന്ന് കോവിഡും. എന്താ നിപ്പയുടെയും കോവിഡിന്റെ അവസ്ഥ? ഒരു രോഗം വന്ന് മുഴുവൻ ആളുകളും മരിക്കുന്നതിനെയാണോ ഒരു സർക്കാർ വിജയമായി പറയുന്നത്? മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിൽ മരണനിരക്ക് കുറവായിരുന്നു എന്നാണ് പുതിയ കണക്കുകൾ കാണിക്കുന്നത്. 2021 വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഈ മെയ് 8 കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടപ്പോഴാണ് അസ്വാഭാവികമായ മരണനിരക്കുകൾ ചർച്ചയാകുന്നത്. 20 ലക്ഷം കോവിഡ് മരണങ്ങളെങ്കിലും രാജ്യത്ത് മറച്ചുവച്ചിട്ടുണ്ടാകാമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ തന്നെ കണക്ക്. ഗുജറാത്ത് മാത്രം 1.25 ലക്ഷം കോവിഡ് മരണങ്ങൾ മറച്ചുവെച്ചു എന്നാണ് നിഗമനം. മധ്യപ്രദേശിലും പശ്ചിമബംഗാളിലും ബീഹാറിലുമെല്ലാം 1 ലക്ഷത്തിലേറെ അധിക മരണങ്ങളാണ് കോവിഡ് കണക്കിൽ റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോയത്. കോവിഡ് കാലത്ത് കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ കടുത്ത വിമർശനം നേരിട്ട സംസ്ഥാനമാണ് കേരളം. മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിൽ മരണനിരക്ക് കുറവായിരുന്നു എന്നാണ് പുതിയ കണക്കുകൾ കാണിക്കുന്നത്. 2021 വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഈ മെയ് 8 കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടപ്പോഴാണ് അസ്വാഭാവികമായ മരണനിരക്കുകൾ ചർച്ചയാകുന്നത്. മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്താൽ ഏറ്റവും കൃത്യതയുള്ള കണക്ക് കൊടുത്ത സംസ്ഥാനങ്ങളുടെ മുൻനിരയിലാണ് നമ്മുടെ സംസ്ഥാനം. ഇവിടെ അസ്വാഭാവികമായ മരണം 65,655 മാത്രമാണ്. അതിൽ 44,721 മരണവും കോവിഡ് മൂലമാണെന്നാണ് കേരളം നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തത്. കോവിഡ് കാലത്ത് മന്ത്രി കെ ശൈലജ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ടത് 2021 മരണനിരക്ക് ഉയർന്നതിന്റെ പേരിലാണ്. രാജ്യത്തു തന്നെ ഏറ്റവും കൂടുതൽ മരണം നടക്കുന്നത് കേരളത്തിലാണെന്ന് പ്രധാനമന്ത്രിയും കേന്ദ്ര ആരോഗ്യമന്ത്രിയും പലവട്ടം പറഞ്ഞു. സംസ്ഥാനത്ത് പ്രതിപക്ഷം മുഴുവൻ അത് ആവർത്തിച്ചു. 2021 തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പോലും ഇത് വിഷയമായി. ഇവിടെ കോവിഡ് കണക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ അത് ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് ആവർത്തിക്കാൻ മാത്രമേ സംസ്ഥാന ആരോഗ്യ വകുപ്പിന് സാധിക്കുമായിരുന്നുള്ളൂ. കോവിഡ് റാണി എന്നുവരെ വിളിച്ച് അധിക്ഷേപിച്ച സ്ഥിതിയുണ്ടായത് ഈ മരണനിരക്കിന്റെ പേരിലാണ്.